Welcome to a video tutorial about the 9th standard English textual poem Song of a Dream. 9ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ സോങ് ഓഫ് എ ഡ്രീം എന്ന കവിത സംബന്ധിച്ച ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. Let's have some basic information about the author. Sarojini Naidu, born on 13 February 1879 and died on 2nd of March 1949. Also known as the Nightingale of India, was an activist of the freedom movement in India. 1879 ഫെബ്രുവരി 13 ജനിച്ച് 1949 മാർച്ച് 2 മരണപ്പെട്ട ഇന്ത്യയുടെ രാപ്പാടി എന്നറിയപ്പെടുന്ന കവയത്രി സരോജിനി നായിഡു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഒരു മുൻനിര സന്നദ്ധ പ്രവർത്തക കൂടിയായിരുന്നു. Her major contributions in the field of poetry were beautiful poems that could also be sung. വളരെ മനോഹരമായ ഗാനങ്ങൾ പോലെ ആലപിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി മനോഹര കവിതകൾ ആയിരുന്നു കവിതാ സാഹിത്യ മേഖലയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ. Her famous works include The Golden Threshold, The Bird of Time, The Broken Wing and The Sceptred Flute. അവരുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചില കൃതികളാണ് ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ് ആൻഡ് ദ സെപ്റ്റേർഡ് ഫ്ലൂട്ട് എന്നീ കവിതകളും കവിതാ സമാഹാരങ്ങളും. ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, സരോജിനി നായിഡു in her poem Song of a Dream visualizes a dreamland, her motherland. Song of a Dream എന്ന മനോഹരമായ ഈ കവിതയിൽ ഇന്ത്യയുടെ രാപ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഒരു ഭാവനാ ലോകത്തെ, ഒരു സ്വപ്ന ലോകത്തെ വിഷ്വലൈസ് ചെയ്യുന്നു, ഭാവനയിൽ ചിത്രീകരിക്കുന്നു. ആ ഡ്രീം ലാൻഡ് തൻ്റെ മദർലാൻഡ്, മാതൃരാജ്യമല്ലാതെ മറ്റൊന്നായിരുന്നില്ല. ഷീ ഏർണസ്റ്റ്ലി ലോങ്സ് ഫോർ ഹർ മദർ ഇന്ത്യ ടു ബി ബിൽറ്റ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൂത്ത്, പീസ് ആൻഡ് ലവ്. ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾ, ട്രൂത്ത്, പീസ് ആൻഡ് ലവ്, സത്യം, സമാധാനം, സ്നേഹം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കണം, ഇത്തരം മൂല്യങ്ങളുടെ മേലിലായിരിക്കണം തൻ്റെ സ്വതന്ത്രം നേടുന്ന മദർ ഇന്ത്യ, മാതൃരാജ്യം കെട്ടിപ്പടുക്കേണ്ടത് എന്നതായിരുന്നു അവരുടെ അടങ്ങാത്ത മോഹം. Now, let's go through the lines of the poem. The speaker of the poem is the poetess herself. ഈ കവിതയുടെ സ്പീക്കർ കവയത്രി തന്നെയാണ്. അവർ സ്വന്തം അനുഭവം ഒരു ഫസ്റ്റ് പേഴ്സൺ നരേഷൻ പോലെ വിശദീകരിക്കുകയാണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്രോനോൺ ഐ എന്നുള്ളത് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. Once in the dream of a night I stood, lone in the light of a magical wood. One night in a dream, the poetess sees herself standing alone in a magical wood. ഒരു രാത്രി, ഒരു സ്വപ്നത്തിൽ നമ്മുടെ കവയത്രി അവർ തനിച്ചായിട്ട് ഒരു മായാ ലോകത്ത്, ഒരു മാജിക്കൽ വേൾഡ്, ഒരു മാസ്മരികമായ ഒരു പൂന്തോപ്പിൽ ഒറ്റയ്ക്കിങ്ങനെ നിൽക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെയാണ് അവർ നിൽക്കുന്നത്? സോൾ ഡീപ്പ് ഇൻ വിഷൻ ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. ആ വിഷൻ, കാഴ്ച, പോപ്പി ലൈക്ക്, ഒരു പോപ്പി ഫ്ലവർ പോലെയായിരുന്നു. ദ വിഷൻ ഓഫ് ദ വുഡ് വാസ് ലൈക്ക് എ ബ്ലൂംഡ് പോപ്പി. ആ കാഴ്ച എന്ന് പറയുന്നത് ഒരു ബ്ലൂംഡ് പോപ്പി, വിടർന്ന് വികസിച്ച് നിൽക്കുന്ന മനോഹരമായ ഒരു പോപ്പി പുഷ്പം പോലെയായിരുന്നു ആ കാഴ്ച. ആ കാഴ്ചയിൽ ആൻഡ് ഹെർ സോൾ മെർജ്ഡ് ഫുള്ളി ആൻഡ് ഡീപ്ലി ഇൻ ദാറ്റ് വിഷൻ. സോൾ ഡീപ്പ് എന്ന കവിതാ വരിയിൽ പറഞ്ഞത് അവരുടെ ആത്മാവ് അതിലേക്ക് മുങ്ങിക്കുളിച്ച പോലെ, അവരുടെ ആത്മാവ് ആ കാഴ്ചയുമായിട്ട് മേർജ്, അങ്ങ് അലിഞ്ഞു ചേർന്ന പോലെ ഒരവസ്ഥയിലായിരുന്നു അവർ ആ സ്വപ്ന ലോകത്ത് കണ്ടത്. പോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്ലവർ. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള മനോഹരമായ ഒരു പൂവ്. സ്പ്രാങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, സ്പ്രിങ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് സ്പ്രാങ്, വളർന്നു നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന എന്നൊക്കെ അർത്ഥം. ഇവിടെ ബ്ലൂംഡ്, വിടർന്ന് വികസിച്ച് നിൽക്കുന്ന പോപ്പി ഫ്ലവർ. And spirits of truth were the birds that sang. She heard the songs of birds that were spirits of truth. ആ മായാ ലോകത്ത് കവയത്രി പക്ഷികളുടെ മനോഹരമായ ഗാനങ്ങൾ കേട്ടു.
ആ പക്ഷികൾ ശരിക്കും അവർ പറയുന്നത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ സോൾസ്, ആത്മാക്കളായിരുന്നു. സത്യത്തിൻ്റെ ആത്മാക്കളായ പക്ഷികളുടെ മനോഹരമായ ഗാനം എനിക്ക് ആ ലോകത്ത് കേൾക്കാൻ കഴിഞ്ഞു. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ലവ് were the stars that glowed. She saw glowing stars that were spirits of love. ആ മായാ ലോകത്ത്, ആ മാജിക്കൽ വേർഡ്സ്, അവിടെ നിന്നുകൊണ്ട് അവർക്ക് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണാൻ സാധിച്ചു. ആ നക്ഷത്രങ്ങൾ സ്പിരിറ്റ്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ സോൾസ്, ആത്മാക്കളായിരുന്നു. And spirits of peace were the streams that flowed. She sensed the flowing streams that were spirits of peace. ആ മായാ ലോകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കൊച്ചു അരുവികൾ അവർക്ക് അനുഭവപ്പെട്ടു, കാണാൻ സാധിച്ചു. അവ സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ആത്മാക്കളായിരുന്നു. ഇൻ ദാറ്റ് മാജിക്കൽ വേൾഡ്, ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്, ഇതെല്ലാം ഞാൻ കണ്ടത് ആ മാജിക്കൽ വേൾഡ്, മാസ്മരികമായ ആ പൂന്തോപ്പിലായിരുന്നു. ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്, ഉറക്കിൻ്റെ ലോകത്ത്, മീൻസ് ഇൻ ഡ്രീംസ്, സ്വപ്നത്തിലായിരുന്നു ഞാനിതെല്ലാം കണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ടുള്ള വേർഡ് മീനിങ് ഇവിടെ ഗ്ലോഡ് എന്ന് പറഞ്ഞാൽ ഷോൺ ബ്രൈറ്റ്ലി, വളരെ വെട്ടിത്തിളങ്ങി എന്നൊക്കെ അർത്ഥം. ഈ കവിതയുടെ പ്രത്യേകത, ഇതിന് 2 സ്റ്റാൻസിയാണുള്ളത്. ആദ്യ സ്റ്റാൻസിയാണ് നാം ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. ദർ ആർ 7 ലൈൻസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. ഈ ആദ്യ സ്റ്റാൻസിൽ നമുക്ക് 7 വരികളുണ്ട്. ഇതിൻ്റെ റൈം പാറ്റേൺ, റൈം സ്കീം ശ്രദ്ധിക്കുക. stood, would, sprang, sang, glowed, flowed. അതായത് A, B, C എന്നിങ്ങനെ റൈം സ്കീം വന്നിരിക്കുന്നു ആദ്യത്തെ 6 വരികൾക്ക്. അവസാനത്തെ 7ാമത്തെ വരി മാത്രമാണ് ഒറ്റപ്പെട്ട് വ്യത്യസ്തമായൊരു സൗണ്ടിലുള്ളത്, സ്ലീപ്പ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്കതിന് D എന്നും കൊടുക്കാം. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിലെ 3 വരികൾ ആൻഡ് എന്നിങ്ങനെ ഒരേ പദങ്ങൾ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ കവിതാ വരികൾ ഒരേ പദങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഫ്രേസുകൾ കൊണ്ട് തുടരെ ആവർത്തിച്ച് തുടങ്ങുന്ന തുടക്കത്തിൽ വേണം, ഇൻ ദ ബിഗിനിങ്. ഇതിനാണ് അനഫോറ എന്ന് പറയുന്നത്. അപ്പോൾ അനഫോറ എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ ഒരു എക്സാമ്പിളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. Now let's go through the second stanza. Here also there are 7 lines with the same rhyme scheme pattern. നേരത്തെ 1ാം സ്റ്റാൻസ കണ്ടതുപോലെ ഇവിടെയും 7 വരികളുണ്ട്, സെയിം റൈം സ്കീം പാറ്റേണും ഉണ്ട്. Lone in the light of that magical grove, I felt the stars of the spirit of love gather and gleam round my delicate youth. ഈ 3 വരികളിൽ കവയിത്രി പറയുന്നത്, when the poetess was alone in the magical garden, ആ മായ ഗാർഡനിൽ, മാജിക്കൽ ഗ്രോവിൽ കവയിത്രി തനിച്ചിങ്ങനെ നിൽക്കുമ്പോൾ, she felt like her youthful self was surrounded by the gleaming stars that were the spirit of love. സ്നേഹത്തിൻ്റെ ആത്മാവായ സ്പിരിറ്റ് ഓഫ് ലവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ നക്ഷത്രങ്ങൾ ഇവരുടെ യൂത്ത്ഫുൾ സെൽഫ്, അവർ അന്ന് വളരെ ചെറുപ്പമാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായിട്ട്, ഒരു ആക്ടിവിസ്റ്റായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ യുവത്വ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ ആ യൂത്ത്ഫുൾ സെൽഫ്, മനസ്സും ശരീരവും വളരെ യങ്ങാണ്. അങ്ങനെയുള്ള എനിക്ക് ചുറ്റും ഈ സ്നേഹത്തിൻ്റെ സ്പിരിറ്റായിട്ടുള്ള നക്ഷത്രങ്ങളെ ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്നത്, എനിക്ക് ചുറ്റും സറൗണ്ട് ചെയ്തിരിക്കുന്നത്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. And I heard the songs of the spirit of truth. ആ മായാലോകത്ത് നിൽക്കുമ്പോൾ നേരത്തെ വിശദീകരിച്ച അതേ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാക്കളായിട്ടുള്ള ആ ഗാനം, പക്ഷികളുടെ ഗാനവും എനിക്ക് കേൾക്കാൻ സാധിച്ചു. To quench my longing, I bent me low by the streams of the spirits of peace that flow. She wished for the freedom of her motherland. തൻ്റെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിച്ചത്. ആ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി, ഫോർ കോഞ്ചിങ് ദാറ്റ് വിഷ്, ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, കോഞ്ചിങ് മീൻസ് ഫോർ ഫുൾഫില്ലിംഗ് ഓർ സാറ്റിസ്ഫൈങ്, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ഷീ ബെൻഡ് ഹെർസെൽഫ് ലോ. ഐ ബെൻഡ് മീ ലോ എന്ന് പറഞ്ഞാൽ ഐ ബെൻഡ് മൈ സെൽഫ്. നമ്മൾ അത് 3rd പേഴ്സണിലേക്ക് പറയുമ്പോൾ
ഷീ ബെൻറ്റ് ഹെർസെൽഫ്, അവർ സ്വയം കുനിഞ്ഞ് വളഞ്ഞ് താഴ്ന്നു നിന്നുകൊണ്ട് ബൈ ദ സ്ട്രീം, ആ അരുവിക്കരികിലേക്ക് കുനിഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് ആഗ്രഹം സഫലീകരിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ആ സ്ട്രീം, അരുവി എന്നുള്ളത് വാസ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ്, അത് സമാധാനത്തിൻ്റെ ആത്മാവായിരുന്നു. ഇവിടെ സിംബോളിക്കലായിട്ടാണ് കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ നല്ല തെളിനീർ അരുവി ഒഴുകുമ്പോൾ നാം അതിലേക്ക് കുനിഞ്ഞു നിന്ന് അതിൽ നിന്ന് നമ്മുടെ കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് കുടിച്ച് നാം ദാഹം ശമിപ്പിക്കുന്നത് പോലെ സരോജിനി നായിഡു തൻ്റെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന അടങ്ങാത്ത ആ മോഹം ഈ അരുവിയിലെ വെള്ളം കോരിക്കുടിച്ച് ശമിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പോലെ ഒരു അനുഭൂതി അവർക്കുണ്ടായി. സിംബോളിക്കലി ആസ് വി quench our thirst, നാം നമ്മുടെ ദാഹം ശമിപ്പിക്കുന്നത് പോലെ എങ്ങനെ? ബൈ സ്കൂപ്പിംഗ് അപ്പ് വാട്ടർ, വെള്ളം കോരിയെടുത്തുകൊണ്ട്, സ്കൂപ്പിംഗ് അപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ കോരിയെടുത്തുകൊണ്ട്, ഇൻ അവർ കപ്ഡ് ഹാൻഡ്സ്, കപ്പ് പോലെ നാം കൂട്ടിപ്പിടിച്ച നമ്മുടെ കൈകളിൽ, ഫ്രം എ സ്ട്രീം, ഒരു അരുവിയിൽ നിന്ന് നമ്മുടെ കപ്പ് പോലെ കൂട്ടിപ്പിടിച്ച കൈകളിൽ വെള്ളം കോരിയെടുത്ത് എങ്ങനെയാണ് നാം ദാഹം ശമിപ്പിക്കുന്നത് എന്ന ഒരു സിംബോളിക്, അതേ ഒരു രൂപം ഭാവനയിൽ അവർ ഈ കവിത വരികളിലൂടെ പറയുകയാണ്. തൻ്റെ മദർലാൻഡ്, മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത മോഹം, ആ സ്പിരിറ്റ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ സ്പിരിറ്റായിട്ടുള്ള ആ അരുവിയിൽ നിന്ന് ഞാൻ കോരിയെടുത്ത് ശമിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കവയത്രി പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട വേർഡ്സ് ഇതിൽ ഗ്രോവ് മീൻസ് ഗാർഡൻ, ഗ്യാദർ മീൻസ് സറൗണ്ട്, ചുറ്റുക, നമ്മുടെ അരികെ നിൽക്കുക എന്നൊക്കെ അർത്ഥം, ഒരുമിച്ച് കൂടുക. ഗ്ലീം ഷൈൻ, പ്രകാശിക്കുക. ക്വഞ്ച് മീൻസ് സാറ്റിസ്ഫൈ, സഫലീകരിക്കുക, പൂർത്തീകരിക്കുക എന്നൊക്കെ അർത്ഥം. ലോങ്ങിങ് മീൻസ് ഡിസയർ ഓർ വിഷ്, ആഗ്രഹം, മോഹം എന്നൊക്കെ. ഇനി നമുക്ക് ഈ കവിതയുടെ ചില പ്രത്യേകതകൾ, കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ് ഒന്ന് പരിശോധിക്കാം. ഷീ എംബോഡീസ് ദി ആബ്സ്ട്രാക്ട് ക്വാളിറ്റീസ് ഓഫ് ലവ്, ട്രൂത്ത് ആൻഡ് പീസ്, ആട്രിബ്യൂട്ടിംഗ് ദം ടു ടാഞ്ചിബിൾ തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. കവിതയിൽ 3 അമൂർത്തമായിട്ടുള്ള, ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത ചില ഗുണങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ലവ്, ട്രൂത്ത് ആൻഡ് പീസ്, ഇവയാണ് ആ ഗുണങ്ങൾ. എന്നാൽ അവയ്ക്ക് മൂർത്തമായിട്ടുള്ള, ടാഞ്ചിബിൾ ആയിട്ടുള്ള, നമുക്ക് സ്പർശിക്കാനും കാണാനും സാധിക്കുന്നുള്ള തരത്തിലുള്ള ചില രൂപങ്ങൾ കൽപ്പിച്ചു നൽകുന്നുണ്ട്. ഇൻ എ ഡ്രീം ലാൻഡ് ബേർഡ്സ് ആർ ദി എംബോഡിമെന്റ് ഓഫ് ട്രൂത്ത്. കവയത്രിയുടെ മായാലോകത്ത് പക്ഷികൾ എന്നുള്ളത് സത്യത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. അപ്പോൾ ട്രൂത്ത് എന്നുള്ള ആ ക്വാളിറ്റിക്ക് ഒരു രൂപം നൽകിയിരിക്കുന്നു ബേർഡ്സ് എന്ന രൂപത്തിൽ. അതുപോലെ തന്നെ സ്റ്റാർസ് ആർ ദാറ്റ് ഓഫ് ലവ്. ലവ് എന്നുള്ള നമുക്ക് സ്പർശിക്കാനോ കാണാനോ കഴിയാത്ത ആ ക്വാളിറ്റിക്ക് കാണാനും സ്പർശിക്കാനോ ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റാർസ് എന്നുള്ള ഒരു രൂപം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ പീസ് എന്നുള്ള ക്വാളിറ്റിക്ക് സ്ട്രീംസ്, അരുവികൾ എന്നുള്ള ഒരു രൂപവും കൽപ്പിച്ചു നൽകിയിരിക്കുന്നു. ഇതൊരു താരതമ്യം കൂടെയാണ്. The poetic device metaphor is very aptly used in these comparisons. ഇത്തരം കമ്പാരിസൺ, താരതമ്യങ്ങളിലൂടെ മെറ്റഫർ എന്നുള്ള പോയറ്റിക് ഡിവൈസ് വളരെ മനോഹരമായിട്ട് തന്നെ കവയത്രി ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത, when these abstract qualities are embodied and attributed having spirits, that is soul, which is a clever crafting of personification. നമുക്ക് സ്പർശിക്കാനും നമുക്ക് കാണാനും കഴിയാത്ത രൂപങ്ങളില്ലാത്ത ഈ ഗുണങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോഡി നൽകിയിരിക്കുന്നു, എംബോഡിമെന്റ്. പക്ഷികൾ, നക്ഷത്രങ്ങൾ, അരുവികൾ എന്നീ രൂപങ്ങൾ നൽകിയിരിക്കുന്നു. മാത്രവുമല്ല, ഇവയെല്ലാം കവയത്രി സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സ്പിരിറ്റ്സ് ഓഫ് ലവ് ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് പീസ് എന്നിങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ഈ ഗുണങ്ങളുടെ എല്ലാം ആത്മാവ്, അതായത് ഈ ഗുണങ്ങൾക്ക് ഇപ്പോൾ ശരീരവും ആത്മാവും കൽപ്പിച്ച് നൽകിയിരിക്കുന്നു. അതിലൂടെ
പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള മറ്റൊരു പോയറ്റിക് ഡിവൈസ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. The poem has 2 stanzas of 7 lines each. ഈ കവിതക്ക് 7 വരികളിലുള്ള 2 സ്റ്റാൻസുകളാണുള്ളത്. അതായത് സെപ്റ്ററ്റ്, 7 വരികൾക്ക് സെപ്റ്ററ്റ് എന്ന് പറയാറുണ്ട്. വിത്ത് എ റൈം സ്കീം ഓഫ് AABBCCD. ഇവയുടെ റൈം സ്കീം, ഈ 2 സ്റ്റാൻസുകളുടെയും റൈം സ്കീം എന്നുള്ളത് AABBCCD എന്നുള്ളതാണ്. ഇനി the term magical word itself creates an inexplicable visual image for the readers. ഇതിൽ വിശദീകരിക്കുന്ന പോപ്പി ലൈക്ക് വിഷൻ, ആ മാജിക്കൽ വേർഡ് എന്നുള്ളത് അതിമനോഹരമായ ഇൻഎക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ള, നമുക്ക് വിശദീകരിക്കാൻ പ്രയാസമുള്ള തരത്തിലുള്ള ഒരു വിഷ്വൽ ഇമേജ് തീർക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു വിഷ്വൽ ഇമേജ് എന്നുള്ളത് ഈ മാജിക്കൽ വേർഡ് തന്നെയാണ്. മാത്രമല്ല the poppy, birds, stars and streams also create beautiful visual images in their mind. വായനക്കാരുടെ മനസ്സിൽ പോപ്പി എന്നുള്ള ഫ്ലവർ, പക്ഷികൾ, നക്ഷത്രങ്ങൾ, അരുവി ഇതെല്ലാം മനോഹരമായ മറ്റ് വിഷ്വൽ ഇമേജുകൾ തീർക്കുന്നു. ഇനി the singing of birds forms an auditory image. ഇതിൽ പക്ഷികളുടെ മനോഹരമായ ഗാനങ്ങളെ പരാമർശിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ഓഡിറ്ററി ഇമേജ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. Then when the poet says that the visions in the magic wood is like a poppy sprang up, which becomes an instance of the poetic device simile. ഈ വിഷൻ in the land of sleep, ഉറക്കിന്റെ ലോകത്ത്, അതായത് സ്വപ്ന ലോകത്ത് കവയത്രി കാണുന്ന ആ വിഷൻ, കാഴ്ചകളെ